മുനമ്പത്തെ 404 ഏക്കർ ഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. വഖഫ് ബോർഡ് മുതുവല്ലിയായാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റാണ് മുനമ്പം വഖഫ് ഭൂമിയുടെ മുത്തവല്ലി. ഏതായാലും ഭൂമി വഖഫ് അല്ല എന്നാണ് ഫറൂഖ് കോളേജിന്റെ ഇപ്പോഴത്തെ വാദം. ഈ സാഹചര്യത്തിലാണ് മുത്തവല്ലി സ്ഥാനം വഖഫ് ബോർഡ് ഏറ്റെടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. MK ഷുക്കൂറാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. ഷുക്കൂർ, ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷന് കാലതാമസമുണ്ട്, അതിനാൽ തന്നെ സമയപരിധി നീട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഈ മാസം 17-ാം തീയതിക്കകം ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് ഉള്ളതാണ് ഈ നിർദ്ദേശം. ഇപ്പോൾ ഒരു മാസം കൂടി അത് നീട്ടിയിട്ടുണ്ട്. ഈ ഒരു നിശ്ചിത സമയത്തിനകം തന്നെ കേരളത്തിലെ 100% വഖഫ് സ്വത്തുകളും ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കൂട്ടത്തിൽ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി കൂടി ഇപ്പോൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ വഖഫ് സ്വത്തുക്കൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യകർത്താവായ മുത്തവല്ലിക്കാണ്. ഉദാഹരണത്തിന് ഒരു പള്ളിയുടെ സ്വത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ പള്ളി കമ്മിറ്റിയാണ്. അതുപോലെ മുനമ്പത്തെ ഭൂമിയുടെ മുത്തവല്ലി എന്ന് പറയുന്നത് ശരിക്കും ഫറൂഖ് കോളേജാണ്. എന്നാൽ ഫറൂഖ് കോളേജ് ആ ഭൂമി ഇപ്പോൾ വഖഫ് അല്ല എന്നുള്ള വാദത്തിലാണ്. ആ ഘട്ടത്തിലാണ് വഖഫ് ബോർഡ് ഈ ഭൂമിയുടെ മുത്തവല്ലി സ്ഥാനം തന്നെ ഏറ്റെടുത്ത് ആ ഭൂമി ഇപ്പോൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 404 ഏക്കറിൽ ഭൂമിയിൽ നിലവിൽ ഏതാണ്ട് 200ഓളം പേർ താമസക്കാരായുണ്ട്. ഈ താമസക്കാർ ഈ ഭൂമി തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണെന്നും തങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ കൈവശക്കാരെന്നും അവകാശപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്ന നിലപാടെടുത്തു. അത് പ്രഥമ ദൃഷ്ട്യാ അത് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിലവിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന വഖഫ് ബോർഡിന്റെ വാദമാണ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു തർക്കത്തിന്റെ കൂടി ഭാഗമായി നിൽക്കുന്ന ഈ സ്ഥലമാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഒരു നിലപാടെടുത്തുകൊണ്ട് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 404 ഏക്കർ മുനമ്പം ഭൂമി ഇപ്പോൾ രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ പട്ടികയിലുണ്ട്. നേരത്തെ ഇത് വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്റർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും അത് വഖഫ് ഭൂമിയാണെന്ന നിലപാട് തന്നെയാണ് വഖഫ് ബോർഡ് സ്വീകരിക്കുന്നത്. ഫറൂഖ് കോളേജ് ആകട്ടെ ഈ ഭൂമി വഖഫ് അല്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോഴുമുള്ളത്. ശരി, ഷുക്കൂറാണ് വിശദാംശങ്ങൾ പങ്കു